നേരത്ത് ആരപ്പാ മോഹൻജദാരോ? എന്റെ മോളെ, നിന്നെ കാണാതെ നിന്റെ അച്ഛൻ ബ്രാൻഡി കുടിച്ച് പ്രാന്തി പിടിച്ചിരിക്കുക. എന്റെ പറശ്ശിനിക്കട മുത്തപ്പ എന്നെ എടുത്തിട്ട് പരീക്ഷിക്കുകയാണോ? അയ്യോ കാലൻ. 100 ആയിസ സാറിന്റെ പേര് പറഞ്ഞ് നാക്ക് പാകത്തേക്ക് ഇട്ടുള്ളൂ. ആ നാക്ക് ചവിട്ടി പുറത്തേക്കിടാനാണ് ഞാൻ വന്നത്. എന്താ സാർ? ആരാ മനസ്സിലായില്ലല്ലോ. ഹാവൂ, നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. എന്നിട്ടിപ്പോൾ വന്നിരിക്കുന്നു അച്ഛനാണെന്ന് പറഞ്ഞ്. അച്ഛനാണത്രേ അച്ഛൻ. നോ, എനിക്ക് ഇങ്ങനത്തെ ഡാഡി വേണ്ട. നീ ചിരിച്ച് വർത്താനം പറയിട്ടോ, അല്ലെങ്കിൽ അവർക്ക് സംശയം തോന്നും. നിന്റെ പഴയ കഥകളൊക്കെ ഞാൻ പുറത്തെടുക്കും. വേണ്ട വേണ്ട. കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി. നല്ല സ്നേഹമുള്ള ആൾക്കാരാ അവിടെ. അതുകൊണ്ട് ഞാൻ നടന്നല്ല വന്നേ, പറന്നിങ്ങോട്ട് വന്നേ. പട്ടരെ കൊണ്ട് വേറെ ഉപദ്രവൊന്നും ഇല്ലല്ലോ. സ്വപ്നം കാണുന്നുണ്ട് ധാരാളം. സ്വപ്നം ഇങ്ങനെ ധാരാളം കാണുന്നുണ്ടോ? ഉറങ്ങാൻ കഴിയുന്നില്ലെന്നുണ്ടോ? ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ. ഒരു കടും പ്രയോഗമുണ്ട്. അതോടെ അവരിവിടെ നോടും. നീ ഇതായിരിക്കണം തിരിച്ചു വരുന്നേരെ കരുത്തില്. എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. ഇവിടെ എല്ലാരും എന്നെ ഒറ്റപ്പെടുത്തി നിങ്ങളെ എല്ലാം കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്നെ കൈപിടിച്ച് ഞാനുണ്ടെന്ന് പറഞ്ഞ ഒരേ ഒരു മനുഷ്യനാവല്ലോ. എന്റെ മനസ്സിൽ ഇപ്പോഴും ആ അമുക്കാണല്ലേ. ഓ അമുത്ത്, ഞമ്മള് കേസ് കൊടുക്കൂ. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ എന്തൊരു ദുഃഖം ഉണ്ടായാലും നിനക്ക് ഇതിൽ നോക്കിക്കൂടെ? ഇതിൽ നോക്കിയിട്ട് അത്താടെ ഉമ്മാടെ ഒക്കെ മുഖങ്ങൾ കണ്ടൂടെ? അയ്യോ അത് വേണ്ട, എനിക്ക് മോലാളിനെ പിടിച്ചിരിക്കാൻ പറ്റില്ല. സാരമില്ല രമണ, നിന്നെ പിരിയുന്ന ദുഃഖം ഈ മുതലാളി സഹിച്ചോളാം. ഏത് മാല? ആരുടെ മാല? അമ്മയുടെ മാല. മര്യാദയ്ക്ക് മാല എന്നല്ലെങ്കിൽ നിന്നെയും കുടിച്ചോടി ഞാൻ. എന്തൊരു കഷ്ടമാണ്. അതിങ്ങോട്ട് എന്റെ പൊന്നു മോളാണ്. നല്ല മനസ്സോടെ ഒരു മോളെ. എന്നാ ആ മാലയിങ്ങതാ. അപ്പൊ ഈ സാധനം ഞാൻ എടുക്കുകയാണ്. ഇത് ഞാൻ എടുക്കുക. എന്താ അത് കൊള്ളാലോ. അതവിടെ ഇരുന്നോട്ടെ, എന്തിനാ അതിന്റെ പുറത്ത് കയറണേ? എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റില്ല. തകർക്കാൻ പറ്റാത്ത വിശ്വാസം. മര്യാദക്ക് ഞാൻ പറയുന്നതും കേട്ട് ഇവിടെ നിന്നാ നിനക്കൊക്കെ കൊള്ളാം. ഇല്ലെങ്കിൽ എനിക്കിട്ട് കൊള്ളും. എനിക്കിഷ്ടപ്പെട്ടു, ഞാൻ കൊണ്ടുപോകുന്നു. ഗോപാലൻ. അപ്പൊ ഞാൻ ഒറ്റപ്പെടുമ്പം ഉമ്മ ഉണ്ട്, അത്തമുണ്ട്, പൊന്നുണ്ട്, എല്ലാരും ഉണ്ട്. ഇപ്പൊ എന്നാ രക്ഷപ്പെട്ട്. താഴെ വെച്ചാൽ പാമ്പ് കടിക്കും, തലയിൽ വെച്ചാൽ പൂച്ച കടിക്കുമെന്ന് പറഞ്ഞ് വളർത്തിയതാണ് ഇവര്. ഉമ്മ എപ്പോഴും മോളെ കൂടെ ഉണ്ട്. ഏത് നിമിഷം നീ ഇവിടെ വന്ന് കിടക്കുമ്പോൾ ഉമ്മ മോളെടുത്ത് കിടപ്പുണ്ട്. മക്കൾ അങ്ങനെ വിചാരിച്ചാൽ മതി കേട്ടാ. എന്ത് വിഷമം വന്നാലും ഉമ്മാരോട് പറയണം. ഉമ്മ അവിടെ കേൾക്കുന്നുണ്ട്. 24 മണിക്കൂർ ഉമ്മ. നീ പറയാറുള്ളതാണ് ശരി. തെറ്റെന്റേതാണ്. മക്കളെ ഞാൻ അമിതമായി ലാളിച്ചു. ഒരുപാട് സ്വാതന്ത്ര്യം കൊടുത്തു. പാടില്ലായിരുന്നു. കിട്ടണം. നിങ്ങൾക്കിത് പോരെ ശരിക്കും. അവന്റെ ഒരു മാലയോ അല്ലെങ്കിൽ അവന്റെ ഫോട്ടോ ഇല്ല മക്കൾക്ക് വേണ്ട. മക്കളെ നല്ലതിന് വേണ്ടിയാണ് പറയുന്നത്. പുറത്തൊരു ജീവിതമുണ്ട് മോക്ക്. മാഷ് ഇങ്ങനെ എത്ര കാലം നോക്കിയും കണ്ണു കാണിച്ചു ഇങ്ങനെ കഴിയും? ധൈര്യമായിട്ട് അങ്ങോട്ട് ചോദിക്കണം, കെട്ടാൻ പറ്റുമെന്ന്. കെട്ടിയ ഇതിന്റെ പുതുമ പോയില്ലേ? ഇതാ അതിന്റെ ഒരു രസം അല്ലേ? അത് മണിയന്റെ ഒരു സൂക്കേടാ. തല്ല് കിട്ടാഞ്ഞിട്ടുള്ള സോക്കേടാ. ഡോക്ടർമാര് പറഞ്ഞ ഈ അസുഖത്തിന്റെ പേര് കൺസൈസ്റ്റോളജി എന്നാ. ഇതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. മത്തം കുത്തിയ കുമ്പളം മുളക്കില്ല എന്ന് കേട്ടിട്ടില്ലേ? ഇമാതിരി ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് കൊണ്ടാ നമ്മുടെ നാട്ടിലെ കാർഷിക രംഗം തകരുന്നത്. ഇങ്ങനൊരു അറാം മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല.